ചോദിക്കാനും പറയാനും മനസ്സിലാക്കാനും ഒന്നും കഴിയാത്ത കുറേ യുക്തിയില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ടല്ലോ. കൂട്ടക്കൊലകൾ. അതെ. ആ കൂട്ടക്കൊലകൾക്കിടയിലും സാധാരണക്കാരെ പോലെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു അഫാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രമുള്ള യുവാവ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. ഇന്നലെയാണ് അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്താനിരിക്കുകയാണ് സംഭവം. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങിയ അഫാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് അഫാൻ ഇത്തരത്തിൽ ഒക്കെ പെരുമാറുന്നത്. അഫാൻ്റെ കാര്യമായതുകൊണ്ട് ഇതൊക്കെ സംശയമാണ്. ഇങ്ങനെയൊക്കെ ഇത് സത്യത്തിൽ കുഴഞ്ഞു വീണതാണോ അതോ ഇത് അഭിനയമാണോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ ടിൻഡു ദാസ്? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അഫാൻ്റെ വാപ്പയുടെ ഉമ്മയായിട്ടുള്ള സൽമ ബീവിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇന്ന് രാവിലെ അഫാനെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി വിലം കഴിക്കുന്ന സമയത്ത് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അഫാൻ പോലീസുകാരുടെ കയ്യിൽ നിന്നും കുതറി ചാടുന്നത്. ആ സമയത്താണ് അഫാൻ ദേഹാസ്വസ്ഥം മൂലം കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ തന്നെ അഫാനെ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അല്പസമയം മുമ്പാണ് അഫാനെ ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ചികിത്സകൾക്ക് ശേഷം ഇപ്പോൾ പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അഫാന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളുമില്ല, മറ്റു ദേഹാസ്വസ്ഥ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫാനെ തിരിച്ച് പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് നടത്തും. അഫാൻ ആദ്യം തൻ്റെ ഉമ്മ ഷെമീനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിലും ആദ്യം മരണം സംഭവിക്കുന്നത് ഉമ്മുമ്മ സൽമ ബീവിക്കാണ്. അപ്പോൾ ഉമ്മുമ്മ സൽമ ബീവിയുടെ വീടായിട്ടുള്ള ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിക്ക് താഴെ മസ്ജിദിന് സമീപമുള്ള വീട്ടിലാണ് ഇന്നെത്തിച്ച് തെളിവെടുപ്പ് നടക്കുക. അവിടെയാണ് ആദ്യ കൊലപാതകം നടന്നിട്ടുള്ളത്. ഉമ്മുമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഉമ്മയുടെ മാല കൊണ്ടുപോകുന്നത് ആ സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ആദ്യ കൊലപാതകം. ആദ്യ തെളിവെടുപ്പ് നടക്കുന്നതും ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിയിലെ സൽമ ബീവിയുടെ വീട്ടിലാണ്. പാങ്ങോട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാങ്ങോട് പോലീസാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗിക യോഗം ചേർന്നുണ്ട്. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇനിയുള്ള വിലയിരുത്തലുകൾ, ഇനിയുള്ള മുന്നോട്ട് പോക്കലുകൾ, ഏതൊക്കെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി, തെളിവെടുപ്പിന് ശേഷം അഫാൻ്റെ രീതികൾ, തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഇവയൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഇന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് 12 മണിയോടെ കൂടിയായി അഫാൻ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുക. ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടത് ഈ സൽമ ബീവിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും ചുറ്റിക വാങ്ങിയിടത്തും പിന്നീട് ഈ സ്വർണം പണയം വെച്ചിടത്തും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യം പോകുന്നത് ഈ സൽമ ബീവിയുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ ഇന്ന് തെളിവെടുപ്പ് അവിടെ മാത്രമേ, അല്ലെങ്കിൽ സൽമ ബീവിയുടെ വീട്ടിൽ മാത്രമേ തെളിവെടുപ്പ് കാണിക്കുള്ളൂ. കാരണം നമുക്കറിയാം, നാടിന് നടുക്കിയ ഒരു ക്രൂര കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മാനസികതയിൽ ആളുകൾ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തുന്നു, ആളുകൾ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു എന്ന കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു സൽമ ബീവിയുടെ വീട്ടിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കൊലപാതകങ്ങളുടെ കേസുണ്ട്. ചുള്ളാളത്ത് 2, അതോടൊപ്പം തന്നെ ഈ SL പുരത്ത് 2, അങ്ങനെ 4 കൊലപാതകങ്ങൾ. ഈ 4 കൊലപാതകങ്ങളുടെ കസ്റ്റഡി അപേക്ഷ നൽകണം. അതിനുശേഷം അതിന് തെളിവെടുപ്പ്. എന്തായാലും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് ഈ കല്ലറ പാങ്ങോട് താഴെ പള്ളിയിലുള്ള അഫാൻ്റെ ഉമ്മുമ്മയുടെ വീടായിട്ടുള്ള സൽമ ബീവിയുടെ വീട്ടിലാണ്. ആദ്യമായിട്ട് നടക്കുന്ന കൊല അതാണ്. ആദ്യത്തെ കൊലപാതക ശ്രമം ഉമ്മ ഷെമിയാണെങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന കൊലപാതകം സൽമ ബീവിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് പാങ്ങോട് പോലീസാണ്. ഇന്ന് രാവിലെ അഫാനെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അഫാൻ കുഴഞ്ഞു വീഴുന്നത്. ആ സമയത്ത് തന്നെ അഫാനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അല്പം മുമ്പാണ് അഫാനെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. വിനോദ്.